നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. അധ്യാപകർ, നമുക്കെല്ലാവർക്കും അധ്യാപകരുണ്ടായിട്ടുണ്ട്. സ്കൂളുകളിൽ പഠിച്ചിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകരുണ്ട്. എന്നാൽ അധ്യാപകർ എന്ന് പറഞ്ഞ വർഗത്തിൻ്റെ ഡെഫിനിഷൻ മാറി മറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അധ്യാപകരേ ഉള്ളൂ. ഒന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകർ, ചിലവർ ഉഴപ്പധ്യാപകർ, അതായത് നിനക്കൊക്കെ വേണമെങ്കിൽ പഠിച്ചാൽ മതി, നിനക്കൊക്കെ വേണമെങ്കിൽ മാർക്ക് മേടിച്ചാൽ മതി. പിന്നെ കുറച്ച് പേരുദോഷം നമ്മൾ കേട്ടിട്ടുണ്ട്, അധ്യാപകരുടെ മക്കളോട് കാണിക്കുന്ന ഒരു താല്പര്യം കൂടുതൽ. ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ചില കുട്ടികളോട് അധ്യാപകരുടെ മക്കളോ അനധ്യാപകരുടെ മക്കളോ ഒക്കെ ആണെങ്കിൽ അവരോട് പ്രത്യേക താല്പര്യം, അവർക്ക് പ്രത്യേക ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ പലരും പരാതി പറയുന്നത് നാം പലവട്ടം കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ രണ്ട് വിഭാഗങ്ങളെ അന്ന് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അധ്യാപകരെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് അധ്യാപകർക്ക് എന്ത് റോളാണുള്ളത്? അധ്യാപകർ ഒന്ന് കൈപൊക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ കേസ് വന്നാൽ പോലും അവരെ ഒന്ന് ബാഗ് നോക്കാൻ പോലും അധ്യാപകർക്ക് റൈറ്റില്ല എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അധ്യാപനം എത്തിയിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളോട് അധ്യാപകർക്കുള്ള ഒരു പെരുമാറ്റം, പ്രത്യേകിച്ചും അധ്യാപകർ വിദ്യാർത്ഥിനികളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഇടപെടുന്ന രീതികളൊക്കെ മാറിയിരിക്കുന്നു. പണ്ടും നമുക്കറിയാം, പണ്ടത്തെ കാലഘട്ടത്തിലും ഒറ്റ അധ്യാപകരൊക്കെ പെൺകുട്ടികളെ തട്ടിയും മുട്ടിയും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആരും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ 90s-ലും 80s-ലും ഒക്കെ കാലഘട്ടത്തിലും നമ്മൾ അധ്യാപകർക്ക് എന്നിട്ട് ചെറിയ ഇരട്ട പേരുകളൊക്കെ ഇടും. കോഴി സാറുമാരെന്നൊക്കെ പറഞ്ഞ്, കോഴിയെന്നോ മറ്റേ കോഴികളേൻ്റെ ക്ലാസ് അല്ലേടാ, അല്ലെങ്കിൽ കോഴിച്ചങ്കിൻ്റെ ക്ലാസ് അല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അധ്യാപകരെ അതൊരു രസത്തിലങ്ങ് വിട്ടിട്ടുണ്ട്. പക്ഷെ ആരെയും നമ്മൾ അപകടകരമായ രീതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്ന് പല സിനിമകളിലും കാണിക്കുന്നത് അതൊരു റീലല്ല, അല്ലെങ്കിൽ അതൊരു ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളല്ല. ഇന്ന് പല സ്കൂളുകളിലും, മാനേജ്മെൻറ്റിലായാലും ഗവൺമെൻറ് സ്കൂളുകളിലും കുഞ്ഞുങ്ങൾ അധ്യാപകരാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ചിലപ്പോൾ പല രീതികളിൽ, ഒന്ന് ശാരീരികമായിട്ട് പീഡിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അധ്യാപികമാർ കുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ട് തല്ലുക. ചില കുട്ടികൾ അതിൻ്റെ പേര് ആത്മഹത്യ ചെയ്യുക. ചില കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്ത വേണ്ടി സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കുക. ടോർച്ചറിങ് ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ടോർച്ചറിങ്ങുകൾ. എന്താണ് ഗുരു എന്ന് പറയുന്നത്? എന്താണ് അധ്യാപകൻ എന്ന് പറയുന്നത്? അത്തരത്തിലൊരു സംഭവമാണ് ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് കിളിമാനൂർ നടന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിക്രൂരമാണ്. വേറൊന്നുമല്ല, അവിടുത്തെ അതിപ്രശസ്തമായിട്ടുള്ള GV രാജ സ്കൂളിലാണ് ഇത് നടന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയെ കരിവാക്കിക്കൊണ്ട് രണ്ട് അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയ്ക്ക് ആ കുട്ടി ബലിയാടാവുകയായിരുന്നു. കുടിപ്പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ മോഷണങ്ങളോ എന്തൊക്കെയോ അഴിമതികളോ നടക്കുന്നുണ്ട്. ആ അധ്യാപകരെ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഓൾറെഡി അവിടെ നടക്കുന്നുണ്ട്. ആ കുട്ടി അവിടെ 9-ലും 10-ലും പഠിച്ചിരുന്നതാണ്. +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് ആ കുട്ടിയെയും വെച്ചുകൊണ്ട് ഒരു അധ്യാപിക ഗ്രൂപ്പുകളിൽ പറഞ്ഞിരുന്ന സാധനം, ഈ കുട്ടി വേറൊരു അധ്യാപകനാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ മൊഴി, അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഈ വൈറലായി പോകുന്നത് എങ്ങനെയാണ്? അതവരുടെ സ്കൂൾ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അധ്യാപകരുടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, SMC ഗ്രൂപ്പുകളായിക്കോട്ടെ, എന്ത് ഗ്രൂപ്പിലും എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ പേരിലാണ് ആ അധ്യാപിക, അത് സത്യമോ കള്ളമോ ആയിക്കോട്ടെ, ഈവൻ സത്യമാണ് എന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ കള്ളമാണെങ്കിൽ പോലും, ഇങ്ങനൊരു ന്യൂസ് ഒരിക്കലും ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് നേരെ പോലീസിലാണ് അറിയിക്കേണ്ടത്. പകരം ആ അധ്യാപിക ചെയ്തത്, ഇങ്ങനൊരു അധ്യാപകൻ, അതായത് അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് മാത്രം ആ പെൺകുട്ടി കണ്ട ഒരു അധ്യാപകൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് ആരോപിക്കുകയാണ്. എന്നിട്ട് ആ വാർത്തകളെല്ലാം തന്നെ അവരുടെ സ്കൂൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. എന്തൊരു തോന്നിയവാസമാണല്ലേ! ഇതിനൊന്നും നിയന്ത്രണമില്ലേ? നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എവിടെയാണ് നോക്കിയിരിക്കുന്നത്? മാനത്തോട്ട് നോക്കിയിരിക്കുകയാണോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി പറയുകയുണ്ടായി, 22ഓളം അധ്യാപകരെ, പോക്സോ കേസിൽ പ്രതികളായിട്ടുള്ള 22ഓളം അധ്യാപകരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. വളരെ നല്ല കാര്യം, പ്രശംസ അർഹിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പിന്നെയും അത് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ അധ്യാപികയ്ക്ക് ഈ ധൈര്യം ഉണ്ടായത്? ആ പെൺകുട്ടിയുടെ ഭാവി എന്ത് തുലാസിലാണ്? ആ പെൺകുട്ടി ആ +1 അഡ്മിഷൻ എടുത്തിട്ട് 4 മാസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. നാണക്കേട് കാരണം അതിന് പോകാൻ സാധിക്കുന്നില്ല. അവരുടെ അച്ഛനും അമ്മയും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, ആ പെൺകുട്ടി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അവൾ 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. അവൾക്കറിയാം അവളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അവളത് പത്രക്കാരോട് പറയും. ആ മാധ്യമം ഇപ്പോൾ പുറത്ത് ഇട്ടതുകൊണ്ടാണ് ഈ കള്ളക്കളികൾ, ഈ കുടിപ്പകയുടെ അല്ലെങ്കിൽ അധ്യാപകർ തമ്മിലുള്ള ഈഗോ കളികൾ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ജനത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ പെൺകുട്ടി പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, എന്നെ ആരും അത് ചെയ്തിട്ടില്ല, ഞാൻ 9 ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ട് മോഡേൺ ആയിട്ട് മുടിയൊക്കെ ബോബി നടക്കുന്നതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ഇനി എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടെ. ചിലപ്പോൾ എൻ്റെ ഒരു രീതി കണ്ടിട്ട് ഇനി എന്നോടുള്ള വൈരാഗ്യം കൊണ്ടാണെന്ന് ആ കുട്ടി ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. 9-ലും 10-ലും ആ സ്കൂളിൽ പഠിച്ച കുട്ടി ആ സ്കൂളിൽ തന്നെ +1 അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവൾ പറയുന്നത് പോലെ ഈ ഒരു ആരോപണം എനിക്കെതിരെയാണ് ഉണ്ടായെന്ന് ആ സ്കൂളുകളിലുള്ളവർക്കറിയാം. എങ്ങനെ ആ സ്കൂളിൽ ആ കുട്ടി ഇനി പഠിക്കും? ആ കുട്ടിയുടെ ഭാവി എന്താണ്? അഥവാ ഇങ്ങനെ ഈ പെൺകുട്ടിയല്ല, വേറെ ഏതൊരു പെൺകുട്ടിക്കും ഒരു അധ്യാപകനിൽ നിന്നോ അധ്യാപികയിൽ നിന്നോ മോശമായ ദുരനുഭവം ഉണ്ടായെന്ന് ആ കൊച്ച് ഒരു അധ്യാപികയോട് തുറന്നു പറഞ്ഞാൽ അധ്യാപിക എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അറിയിക്കേണ്ട അതോറിറ്റീസിൽ അറിയിക്കുക, അവരുടെ പാരൻസിനെ അറിയിക്കുക, ഏറ്റവും സീക്രട്ട് ആയിട്ട് വയ്ക്കുക. നമ്മുടെ കോടതികളിൽ പോലും ഇന്ന് അതിജീവിതകൾക്ക് സീക്രട്ട് റൂമുകളുണ്ട്.
മറ്റേ ജനങ്ങളുടെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇതിലുള്ള രഹസ്യ വിചാരണകൾ പല കോർട്ടുകളും ഇന്ന് അനുവദിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി അവൾക്കുണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞാൽ പോലും സീക്രട്ടായി വെക്കേണ്ടടുത്താണ് ഒരു ഇല്ലാക്കഥ നാട്ടുകാരെയും വിദ്യാർത്ഥികൾ ആ സ്കൂൾ മുഴുവനും അറിഞ്ഞ് നാറ്റിച്ചു കളഞ്ഞത്. ഈ അധ്യാപകർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? സത്യത്തിൽ ഇവരെയൊക്കെ ഗുരുക്കന്മാരെന്ന് വിളിക്കാൻ പറ്റുന്നവരാണോ? സത്യത്തിൽ PSC എഴുതിയാൽ മാത്രം അധ്യാപകരാകാനുള്ള യോഗ്യത നേടിയെന്നാണോ ഇവർ വിചാരിക്കുന്നത്? അങ്ങനെയല്ല. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് കർശനമായിട്ടുള്ള നടപടി എടുക്കേണ്ടതാണ്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ BEdന്റെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ HSC ടെസ്റ്റുകൾ എഴുതി പാസ്സായി അല്ലെങ്കിൽ GTC ടെസ്റ്റുകൾ എഴുതി പാസ്സായവർ മാത്രമായിരിക്കരുത്. പകരം ഒരു കുട്ടിയോട് എങ്ങനെ പെരുമാറണം, ആ കുട്ടി ഏത് കണ്ണുകൊണ്ട് കാണണം, അവൻ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടവരായിരിക്കണമെന്ന 100% തീർച്ചപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇത്രയും ശമ്പളം കൊടുത്തുകൊണ്ട് ഇവറ്റകളെ സ്കൂളുകളിൽ നിയമിക്കാൻ പാടുള്ളൂ.